നിൽക്കുന്നത് വിഴിഞ്ഞത്ത് തന്നെയാണ്. ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. പേരെന്താണ്? എൻ്റെ പേര് നൗഷാദ്. ആദ്യമായിട്ടാണ് മത്സരം രംഗത്ത്? ഞാൻ ഇത് രണ്ടാമത്തെ തവണയാണ്. ഞാൻ നേരത്തെ 2000-2005 വിഴിഞ്ഞം ഗ്രാമപഞ്ചായത്തായിരുന്ന സമയത്ത് വിഴിഞ്ഞം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി 5 വർഷം സേവനമനുഷ്ഠിച്ച ആളാണ്. ഈ വാർഡിലുള്ള എല്ലാ എൻ്റെ വോട്ടർമാരെയും നേരിട്ടറിയാവുന്നതും എന്നെ നേരിട്ടറിയാവുന്ന വോട്ടർമാരാണ് ഉള്ളത്. ഞാൻ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രവർത്തിക്കുകയും യുവജന സംഘടനയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു പ്രധാന വ്യക്തിയാണ്. വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് ലോക ഭൂപടത്തിൽ ഇടം നേടിയ സ്ഥലമാണ് വിഴിഞ്ഞം. പക്ഷെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ലോക മലയാളികൾ ഉറ്റുനോക്കുകയാണ്. ഇവിടുത്തെ വിജയമാണ് ഒരു തലസ്ഥാനത്തിന്റെ ഭരണം നിയന്ത്രിക്കുന്നത്. അപ്പൊ താങ്കൾ ഭരണത്തിൽ വന്നാൽ, താങ്കൾ ജയിച്ചു വന്നാൽ 5 വർഷക്കാലം ഈ വാർഡിന് വേണ്ടി താങ്കൾ എന്താണ് ചെയ്യാൻ? ഇപ്പോ പുതിയ ഒരു പുതിയ മുന്നണിയാണെങ്കിൽ പോലും ഈ വാർഡിന് അവകാശപ്പെട്ട അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികൾക്ക്, തൊഴിലാളി വർഗത്തിൽപ്പെടുന്ന ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. ഈ മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, സ്വർണ്ണ തൊഴിലാളികൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ വിഴിഞ്ഞം വാർഡ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയി രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്ന വിഴിഞ്ഞം ഇന്നും വിഴിഞ്ഞം ഹാർബർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സങ്കല്പമായിരുന്നു. അത് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ, അത് ആ പ്രവർത്തനത്തോടൊപ്പം തന്നെ ഈ വാർഡിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി, നമ്മുടെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി ഈ നാട്ടുകാരുടെ, ഈ സമ്മതിദായകരുടെ, ഈ വോട്ടർമാരുടെ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതിലേക്ക് വേണ്ടി തീർച്ചയായിട്ടും നല്ല ആദ്യമായിട്ടുള്ള ഒരു ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തില്ല. 5 വർഷക്കാലം താങ്കളുടെ മനസ്സിൽ പുതിയൊരു പ്രോജക്റ്റ്, പുതിയൊരു സംവിധാനം, എനിക്കിതൊരു സാധനം ചെയ്യണം എന്നൊരു സംവിധാനം ഉണ്ടാവും. അതെ, അത് എന്താണ് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ, ഒന്നാമത് നമ്മുടെ കുടിവെള്ളം ഒരു പ്രശ്നമാണ്. നമ്മുടെ ഈ വാർഡുകളിൽ കുടിവെള്ളത്തിന്റെ ഒരു വിഷയമുണ്ട്. ആ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പ്രോജക്റ്റായിട്ട് കൊണ്ട് നമ്മൾ അത് എടുക്കും. ആ ഒരു പ്രോജക്റ്റ് അതാണ് നമ്മുടെ. അതെ. പിന്നെ മത്സ്യബന്ധന മേഖലകളിലുള്ള മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതിൽ പ്രത്യേകിച്ച് അവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് വേണ്ടിയുള്ള, അവര് ഈ കടലിനോട് മല്ലടിക്കുന്ന മത്സ്യത്തൊഴിലാളികളാണ്. അവർക്ക് ഉപകരണങ്ങൾ, മത്സ്യബന്ധന ഉപകരണങ്ങൾ ഒക്കെ കൊടുക്കുന്നതിലേക്ക് വേണ്ടി, അല്ല, അത് സബ്സിഡി ആയിട്ട് കൊടുക്കുന്നതിലേക്ക് വേണ്ടിയുള്ള പുതിയ പ്രോജക്റ്റ് തയ്യാറാക്കി നമ്മളത് കോർപ്പറേഷനിൽ വെച്ച് അതിൻ്റെ ഒരു അംഗീകാരം നേടിയെടുത്തുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിലേക്ക് വേണ്ടി, കേരള സർക്കാരുമായിട്ടുള്ള ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിലേക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. എല്ലാവിധ വിജയാശംസകളും. താങ്ക്സ്.